ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ ഡേവിഡ് പി ഐസക് ഗുജറാത്ത് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. ഒരു സൈന്യമെനിക്കെതിരെ വരുമെന്നാലും ഞാൻ ഭ്രമിക്കാം. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാ. തിരുച്ചിറകുകളാൽ അവൻ മറയ്ക്കുമതാൽ ഒരു ദോഷവും എനിക്കു വരാ. എന്നെ കരുതുവാൻ കാക്കുവാൻ പാലിപ്പാൻ യേശു എന്നും മതിയായവൻ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. നാം കഴിഞ്ഞ ചില ആഴ്ചകളായി തുടർച്ചയായിട്ട് 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ഞാനത് വായിക്കുന്നത് നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ. ഈ പരിജ്ഞാനം എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത്. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നാം വായിച്ച ഈ വേദഭാഗത്ത് ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം എന്നുള്ള ആ ഹെഡിങ്ങിലാണ് ചില കാര്യങ്ങൾ ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് സുവിശേഷത്തിൻ്റെ ശ്രേഷ്ഠത പ്രകീർത്തിച്ചും കൊണ്ടാണ് പൗലൂസ് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. അക്കോർഡിംഗ് ടു ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ദ ബ്ലസ്സഡ് ഗാഡ് വിച്ച് വാസ് കമ്മിറ്റഡ് ടു മൈ ട്രസ്റ്റ്. നാം ഇവിടെ വായിച്ചത് ധന്യനായ ദൈവം എന്നാണ്. 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലും അതോടൊപ്പം തന്നെ 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലും നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് നമുക്ക് കാണാണ്ട് കഴിയും. 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. 6-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിലും ഇതേ പദപ്രയോഗം കാണാൻ കഴിയും. ഞാനത് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും എന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് അവൻ വാഴ്ത്തപ്പെട്ട ദൈവമെന്നാണ്. ബ്ലസ്സഡ് ഗോഡ്, വാഴ്ത്തപ്പെട്ട ദൈവം. ആ ദൈവം ആരാണ്? അവൻ ധന്യനായ ഏകാധിപതിയാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവെന്നാണ്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം പ്രകീർത്തിക്കുന്ന 1-2 വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. അതുകൊണ്ട് ധന്യനായ ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവൻ ആരാധനയ്ക്കും മഹത്വത്തിനും സ്തോത്രത്തിനും ഒക്കെ യോഗ്യനാണെന്നുള്ള കാര്യമാണ് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇവിടെ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുന്നത് മഹത്വമുള്ള സുവിശേഷം എന്നാണ്. അതായത് മനുഷ്യവർഗത്തിന് ഒരുക്കിയിരിക്കുന്ന സുവിശേഷത്തിൽ ദൈവമഹത്വം നന്നായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സുവിശേഷം കേൾക്കാതെ വണ്ണവും അറിയാതെ വണ്ണവും 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ തേജസ്സുള്ള സുവിശേഷത്തെ കേൾക്കാതെ വണ്ണം കാണാതെ വണ്ണം പിശാച് ഈ ലോകത്തിൻ്റെ ആളുകളുടെ കണ്ണുകളെ കുരുടാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്ര വ്യക്തമായിട്ട് നമുക്ക് സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടും അത് കേൾക്കുവാനും അത് അറിയുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ടും കഴിയാതെ പോകുന്ന എത്രയും ദുഃഖകരമായ കാര്യമാണ് എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി സുവിശേഷത്തെ സംബന്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ ഞാനത് ഓർപ്പിക്കാം. 4 വിധമായ സുവിശേഷമാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 1 രാജ്യത്തിൻ്റെ സുവിശേഷമാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യം. ക്രിസ്തു രാജ്യം സ്ഥാപിപ്പാനായി വരുന്നു എന്നതാണ് അതിൻ്റെ സന്ദേശം. ആദിയിൽ യോഹന്നാൻ അത് പ്രസംഗിച്ചു തുടങ്ങി. തുടർന്ന് യേശുവും ആ സന്ദേശം പ്രസംഗിച്ചു. മത്തായിയുടെ സുവിശേഷം 3:1, 4:17. ഇനിയും മഹാപീഠകാലത്തും ആ സുവിശേഷം വീണ്ടും പ്രസംഗിക്കും. 2 ദൈവകൃപയുടെ സുവിശേഷമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യത്തിൽ
പെന്തക്കോസ്ത് നാൾ തുടങ്ങി ക്രിസ്തുവിൻ്റെ പുനരാഗമനം വരെ ഘോഷിക്കപ്പെടുന്ന സുവിശേഷമാണിത്. അതത്ര ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷമെന്ന് വിളിക്കപ്പെടുന്നത്. മൂന്നാമതായിട്ട് വേറൊരു സുവിശേഷമെന്ന് നമ്മൾ വായിക്കുന്നു. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അത് സത്യസുവിശേഷത്തെ തെറ്റായി പ്രസംഗിക്കുന്നതിനെ അത്ര ഇങ്ങനെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദുരുപദേശം എന്നർത്ഥം. അപ്പോൾ ഈ സത്യസുവിശേഷം പ്രസംഗിച്ചിട്ടും അത് കേൾക്കാതെ മറ്റുള്ളതായ കാര്യങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ചെവികളെ അവർ എന്ത് ചെയ്തു ശ്രദ്ധിക്കുന്നു. അവരതിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള സുവിശേഷം എന്ത് ചെയ്യുന്നില്ല, അത് ഗ്രഹിക്കാതെ പോകുന്നു. അപ്പോൾ പൗലോസ് പറയുന്നത്, ഇങ്ങനെ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന്റെ വിരുദ്ധമായിട്ട് ഞാനാകട്ടെ വേറൊരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് അത് ഗലാത്യ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. അതാണ് വേറൊരു സുവിശേഷം. ഇനി 4-ാമത്തെ സുവിശേഷം എന്ന് പറഞ്ഞാൽ നിത്യസുവിശേഷമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കുന്നത്, ഇത് മഹാദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അത് സഭായുഗത്തിന് ശേഷം ഘോഷിക്കപ്പെടുന്ന ഈ സന്ദേശം വിളംബരം ചെയ്യുന്നത് ദൂതനായിരിക്കും. അപ്പോൾ നിർമ്മല സുവിശേഷത്തിൻ്റെ ഉടമ ആരാണ് എന്നുള്ളത് ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ. 1 തെസ്സലോനിക്കർ 2:8 ദൈവത്തിൻ്റെ സുവിശേഷം എന്ന് കാണുന്നു. ഈ സുവിശേഷ സന്ദേശം തലമുറയായി കൈമാറുവാൻ എന്ത് ചെയ്യുന്നുണ്ട്? ശുശ്രൂഷയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ദൈവം തന്നെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ച ഒരു നിധിയാണെന്നുള്ള ബോധ്യമാണ് പൗലോസ് നമ്മോട് ഓർപ്പിക്കുന്നത് സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ ഉത്തരവാദിത്വം പൗലോസിനുണ്ട്. പൗലോസ് പറയാണ്, ഇത് ഞാൻ പ്രസംഗിച്ചില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ പ്രസംഗിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഈ നിർമ്മല സുവിശേഷം എന്ന് പറയുന്നത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിക്കർ 2:4 പറയുന്നത്, സുവിശേഷം ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. റോമർ 1:15-16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുവിശേഷത്തിൻ്റെ ശക്തി അനുഭവിച്ചറിയേണ്ടതിനെന്നാണ്. റോമർ 2:16 എൻ്റെ സുവിശേഷം എന്ന് വായിക്കുന്നു. നോക്കുക, എന്താണ് ഈ സുവിശേഷം? അത് വളരെ വ്യക്തമായിട്ട് 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ ആ കാര്യം പൗലോസ് ഓർപ്പിക്കുകയാണ്. എന്താണ് യഥാർത്ഥമായ സുവിശേഷം? ആ കാര്യം ഞങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കുന്ന നന്നായിരിക്കും. അവിടെ 2 തിമോത്തി 2:8-9 വാക്യങ്ങളിൽ പൗലോസ് എന്താണ് സുവിശേഷം എന്ന് ഓർപ്പിക്കുകയാണ്. ആ കാര്യം കൂടെ ഒന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അവിടെ നമ്മൾ വായിക്കുന്നത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു, ദൈവജനത്തിനോ ബന്ധനമില്ല. അപ്പോൾ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർക്കണം. അതാണ് കർത്താവിൻ്റെ വിലയേറിയ സുവിശേഷമെന്ന് ഇവിടെ നമ്മെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സത്യങ്ങൾ നാം ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവിടെ ഇടയാകുകയും ചെയ്യണം. അപ്പോൾ ഇവിടെ സുവിശേഷത്തോടുള്ള പൗലോസിന്റെ ബന്ധവും ഈ ഭാഗത്ത് വെളിപ്പെടുകയാണ്. അതെന്താണ്? അത് എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കുന്നതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞു. 1 തെസ്സലോനിക്കർ 2:4 താൻ സുവിശേഷത്തിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞെന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. അതുകൊണ്ട് ഈ വലിയ ശുശ്രൂഷ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് താൻ മറ്റുള്ളവർക്ക് കൈമാറുകയാണ്. അതുകൊണ്ട് ഈ സത്യസുവിശേഷം നമ്മൾ അനുസരിക്കുകയും വരാൻ പോകുന്ന വലിയ ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുകയും അവനെ നമ്മുടെ ഹൃദയത്തിലേക്ക് രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്താൽ നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. രക്ഷിക്കപ്പെടുന്നവർക്ക് ന്യായവിധിയില്ല. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയില്ല. റോമർ 8:1. ആകയാൽ വരാൻ പോകുന്ന ന്യായവിധി രക്ഷപ്പെടുവാൻ ഈ വലിയൊരു സന്ദേശം ദൈവം തൻ്റെ പുത്രനോട് നമുക്ക് നൽകിയത് നമുക്ക് വിശ്വസിച്ച് ആ വലിയ ന്യായവിധി രക്ഷപ്പെടുവാൻ കർത്താവിന് ഇടയാക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നു മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.